വിദ്യാർത്ഥിനിയെയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിൽ. പട്ടാഴി വടക്കേക്കര മേഖലാ പ്രസിഡന്റും KSRTC താൽക്കാലിക ജീവനക്കാരനുമായ മനീഷാണ് അറസ്റ്റിലായത്. വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമോതിരവും 500 രൂപയുമാണ് ഇയാൾ കൈവശപ്പെടുത്തിയത്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഈ ഡിവൈഎഫ്ഐ നേതാവ് ഇതിനു മുൻപും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ള വ്യക്തിയാണോ? ഈ സ്വർണ്ണമോതിരം, ഇത് ഏത് സാഹചര്യത്തിലാണ് വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമോതിരം ഇയാൾ തട്ടിയെടുക്കുന്നത്? ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും അതോടൊപ്പം തന്നെ സുഹൃത്തിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഫോട്ടോസ് അടക്കം ഈ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള മനീഷ് ചിത്രീകരിച്ചത്. അതിനുശേഷം അവിടെ എത്തി അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമോതിരം നൽകണമെന്നും അതോടൊപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന 500 രൂപയടക്കം ഈ മനീഷ് തട്ടിയെടുത്തു. 60,000 രൂപ വില വരുന്ന സ്വർണ്ണ മോതിരമാണ് ഈ മനീഷ് തട്ടിയെടുത്തത്. അതിനുശേഷം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ ഈ ഫോട്ടോസ് കാണിച്ചുകൊണ്ട് KSRTC താൽക്കാലിക ജീവനക്കാരനും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പട്ടാഴി വടക്കേക്കര മേഖലാ പ്രസിഡന്റുമാണ് ഈ മനീഷ്. പിന്നീട് അവിടെ നിന്നും തർക്കമുണ്ടാകുന്നു. ഈ മോതിരവും ഒക്കെ പണവും വാങ്ങി മനീഷ് അവിടെ നിൽക്കുമ്പോൾ ഈ കുട്ടിയെ സുഹൃത്ത് വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. അതിനുശേഷം മറ്റ് നാട്ടുകാരും സുഹൃത്തുക്കളും വന്നാണ് മനീഷിനെ ചോദ്യം ചെയ്തത്. പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഈ സുഹൃത്തിന്റെ പരാതിയിൽ, പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ്, ശാസ്താംകോട്ട പോലീസാണ് മനീഷിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ എഫ്ഐആറിൽ കൃത്യമായും പറയുന്നുണ്ട്. മനോജ്, വിദ്യാർത്ഥിനിയെയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത ഡിവൈഎഫ്ഐ നേതാവാണ് അറസ്റ്റിലായിരിക്കുന്നത്. പട്ടാഴി വടക്കേക്കര മേഖലാ പ്രസിഡന്റാണ്. താൽക്കാലിക KSRTC ജീവനക്കാരൻ കൂടിയായ മനീഷിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനോജ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.